ദൈവതിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. കർത്തൃ ശുശ്രൂഷയിലായിരിക്കുന്ന അനുഗ്രഹീതരായ ദേവദാസന്മാർ, മാതാപിതാക്കളെ, സഹോദരീ സഹോദരങ്ങളെ, നിങ്ങൾക്കെല്ലാവർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവന്ദനം അറിയിക്കുകയാണ്. മർക്കോസിന്റെ സുവിശേഷം 6-ാം അധ്യായം 48-ാം വാക്യം നമുക്കൊന്ന് വായിച്ചു കേൾക്കാം. കാറ്റ് പ്രതികൂലമാകൊണ്ട് അവർ തണ്ടു വലിച്ച് വലയുന്നത് അവൻ കണ്ടു. കാറ്റ് പ്രതികൂലമാകൊണ്ട് അവർ തണ്ടു വലിച്ച് വലയുന്നത് അവൻ കണ്ടു. ഗലീല കടലിലൂടെ തൻ്റെ ശിഷ്യന്മാർ പടകിൽ യാത്ര ചെയ്യുന്നതായ സമയം അവര് സ്വന്തം ഇഷ്ടപ്രകാരം യാത്ര ചെയ്തതായ വഴിയല്ലത്. അതിൻ്റെ തൊട്ടു മുൻപുള്ളതായ വേദഭാഗം നാം നോക്കുമ്പോൾ നമ്മുടെ കർത്താവ് 5 അപ്പം കൊണ്ട് 5000 പോഷിപ്പിച്ചതായ ആ അത്ഭുത പ്രവൃത്തി കഴിഞ്ഞ് പുരുഷാരത്തെ എല്ലാം പറഞ്ഞയക്കുന്നതിനിടയിൽ ശിഷ്യന്മാരോട് പറയുകയാണ്, നിങ്ങൾ ഉടനെ പടക് കയറി ബത്സയിദയ്ക്ക് പോകാനായിട്ട് പറഞ്ഞ് നിർബന്ധിച്ചു. കർത്താവ് പറഞ്ഞു വിട്ടതാണ്. കർത്താവ് പറഞ്ഞു വിട്ടതായ വഴിയിലൂടെയാണ് അവർ യാത്ര ചെയ്യുന്നത്. ആ യാത്രയിലാണ് അവർക്ക് പ്രതികൂലമായി കാറ്റ് വീശുന്നത്. കാറ്റ് പ്രതികൂലമാകൊണ്ട് അവർ തണ്ട് വലിച്ച് വലയുന്നത് അവൻ കണ്ടു. ഇന്ന് ഞാനും നിങ്ങളും ദൈവവചനത്തിൻ്റെ കീഴിൽ കൂടി വന്നിരിക്കുകയാണ്. തിരുസന്നിധിയിൽ ചേർന്ന് വന്നിരിക്കുകയാണ്. ഞാനും നിങ്ങളും അക്കരയ്ക്കുള്ള യാത്രക്കാരാണ്. ഈ ലോക സമുദ്രത്തിലൂടെ ഈ ജീവിതമാവുന്ന നൗകയിൽ ഞാനും നിങ്ങളും ജീവിത പടകിൽ യാത്ര ചെയ്യുന്ന യാത്രക്കാരാണ്. ഈ ജീവിത തോണിയിൽ ഈ ലോകമാവുന്ന കടലിലൂടെ യാത്ര ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതം എല്ലായ്പ്പോഴും സ്മൂത്ത് ആയിക്കൊള്ളണമെന്നില്ല. പലപ്പോഴും കാറ്റടിച്ച് വലയുന്നതായ അവസ്ഥകൾ, കാറ്റ് പ്രതികൂലമായി ആഞ്ഞടിച്ച് തണ്ട് വലിച്ച് വലഞ്ഞപ്പോൾ യേശു അവരെ കണ്ടു എന്നാണ് നാം വായിക്കുന്നത്. നമ്മുടെ ജീവിതത്തിന് നേരെ ആഞ്ഞടിക്കുന്നതായ പ്രതികൂലത്തിൻ്റെ കാറ്റുകൾ നാം ബൈബിൾ പഠിക്കുമ്പോൾ, വിശുദ്ധ ബൈബിളിൽ നിന്ന് പരിശോധിക്കുമ്പോൾ ചില പ്രതികൂലത്തിൻ്റെ കാറ്റുകളെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. നമ്മുടെ ജീവിതത്തിന് നേരെ ആഞ്ഞടിക്കുന്നതായ ചില പ്രതികൂലത്തിൻ്റെ കാറ്റുകൾ. യെരമ്യാ പ്രവാചകന്റെ പുസ്തകം 23-ാം അധ്യായം 19-ാമത്തെ വാക്യം നമുക്കൊന്ന് വായിച്ചു കേൾക്കാം. യെരമ്യാ പ്രവാചകന്റെ പുസ്തകം 23-ാം അധ്യായം 19-ാമത്തെ വാക്യം. യഹോവയുടെ ക്രോധം എന്ന കൊടുങ്കാറ്റ് വലിയ ചുഴലിക്കാറ്റ് തന്നെ പുറപ്പെട്ടിരിക്കുന്നു. അത് ദുഷ്ടന്മാരുടെ തലമേൽ ചുറ്റിയടിക്കും. യഹോവയുടെ ക്രോധം എന്ന കൊടുങ്കാറ്റ് ഇവിടെ നാം കാണുകയാണ്. യഹോവയുടെ ക്രോധം എന്ന കൊടുങ്കാറ്റ്. ഈ കൊടുങ്കാറ്റ്, യഹോവയുടെ ക്രോധം എന്ന കൊടുങ്കാറ്റ് ആരുടെയെല്ലാം നേരെയാണ് ആഞ്ഞടിക്കുന്നത്?
ആ തിരുവചന ഭാഗം നോക്കിയാൽ നമുക്ക് കാണുവാൻ സാധിക്കും. 23-ാം അധ്യായം 1 മുതലുള്ളതായ വാക്യങ്ങൾ നാം പരിശോധിക്കുമ്പോൾ, യഹോവയുടെ ക്രോധമെന്ന കൊടുങ്കാറ്റ്, വലിയ ചുഴലിക്കാറ്റ് ആരുടെയെല്ലാം നേരെയാണ് ആഞ്ഞടിക്കുന്നത്, ആഞ്ഞു വീശുന്നത്. അവിടെ നാം കാണുന്നത് ഈ കൊടുങ്കാറ്റ് ദൈവവേലക്കാർക്ക് നേരെ ആഞ്ഞടിക്കുന്ന കൊടുങ്കാറ്റാണ്. ദൈവവേലക്കാർക്ക് നേരെ. 23-ാം അധ്യായം 1-2 വാക്യം നമുക്കൊന്ന് വായിച്ചു കേൾക്കാം. എന്റെ മേച്ചൽപ്പുറത്തെ ആടുകളെ നശിപ്പിക്കുകയും ചിതറിക്കുകയും ചെയ്യുന്ന ഇടയന്മാർക്ക് അയ്യോ കഷ്ടമെന്ന യഹോവയുടെ അരുളപ്പാട്. അതുകൊണ്ട് തന്റെ ജനത്തെ മേയ്ക്കുന്ന ഇടയന്മാരെ കുറിച്ച് ഇസ്രായേലിന്റെ ദൈവമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു: നിങ്ങൾ എൻ്റെ ആട്ടിൻകൂട്ടത്തെ സൂക്ഷിക്കാതെ അവയെ ചിതറിച്ച് ഓടിച്ചു കളഞ്ഞിരിക്കുന്നു. ഇതാ, ഞാൻ നിങ്ങളുടെ പ്രവൃത്തികളുടെ ദോഷത്തെക്കുറിച്ച് നിങ്ങളോട് ചോദിക്കും എന്ന് യഹോവയുടെ അരുളപ്പാട്. ഇടയന്മാർ ആടുകളെ രക്ഷിക്കേണ്ടവരാണ്, ആടുകളെ പോറ്റേണ്ടവരാണ്. എന്നാൽ അവർ ആടുകളെ നശിപ്പിക്കുന്ന ഇടയന്മാരായി മാറി. നിങ്ങൾ എൻ്റെ ആട്ടിൻകൂട്ടത്തെ സൂക്ഷിക്കാതെ അവയെ ചിതറിച്ച് ഓടിച്ചു കളഞ്ഞിരിക്കുന്നു. ആട്ടിൻകൂട്ടത്തെ സൂക്ഷിക്കാതെ ആട്ടിൻകൂട്ടങ്ങൾ ചിതറിപ്പോകുവാൻ തക്കവണ്ണം, ആട്ടിൻകൂട്ടങ്ങളെ ചിതറിച്ച് ഓടിക്കുവാൻ തക്കവണ്ണമായിരിക്കുന്ന ഇടയന്മാർ. വീണ്ടും ഇതിന്റെ 17-ാമത്തെ വാക്യം നാം വായിക്കുന്നുണ്ട്. എന്നെ നിരസിക്കുന്നവരോട്, 17-ാം വാക്യം, യഹോവയുടെ വായിൽ നിന്നുള്ളതല്ല, സ്വന്തം ഹൃദയത്തിലെ ദർശനമത്രേ അവർ പ്രവചിക്കുന്നത്. എന്നെ നിരസിക്കുന്നവരോട് അവർ നിങ്ങൾക്ക് സമാധാനമുണ്ടാകുമെന്ന് യഹോവ അരുളി ചെയ്തിരിക്കുന്നു എന്ന് പറയുന്നു. ദുഷ്പ്രവൃത്തിക്കാരെ അവർ ധൈര്യപ്പെടുത്തുന്നു. 14-ാം വാക്യം എങ്ങനെയാണ് നാം കാണുന്നത്? അവർ ആരും തന്നെ ദുഷ്ടത വിട്ടുതീയാതെ വണ്ണം അവർ ദുഷ്പ്രവൃത്തിക്കാരെ ധൈര്യപ്പെടുത്തുന്നു. അതിന് 16-ാം വാക്യം, സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു: നിങ്ങളോട് പ്രവചിക്കുന്ന പ്രവാചകന്മാരുടെ വാക്ക് കേൾക്കരുത്. അവർ നിങ്ങളെ വ്യാജം ഉപദേശിക്കുന്നു. യഹോവയുടെ വായിൽ നിന്നുള്ളതല്ല, സ്വന്തം ഹൃദയ ദർശനമത്രേ അവർ പ്രവചിക്കുന്നത്. എന്താണ് അവിടെ കാണുന്നത്? ദൈവവേലക്കാർ എന്താണ് ചെയ്യുന്നത്? സ്വന്തം തോന്നലുകളും സ്വന്തം ഇഷ്ടവും ഒക്കെ പറയുന്നു. ദൈവമെന്ന് പറയുന്നു, ദൈവത്തിന്റെ വചനമെന്ന് പറയുന്നു. അതൊന്നും അവർക്ക് വിഷയമല്ല. യഹോവയുടെ വചനം അവര് പറയുകയാണ്. തങ്ങളുടെ ഹൃദയത്തിലെ സാഠ്യപ്രകാരം നടക്കുന്നവരോടൊക്കെയും നിങ്ങൾക്കൊരു ദോഷവും വരികയില്ല എന്ന് പറയുന്നു, ആശ്വസിപ്പിക്കുന്നു. പാപത്തിൽ നടക്കുന്ന ജനത്തെ അവർ ആശ്വസിപ്പിക്കുകയാണ്. ദൈവത്തെ നിരസിക്കുന്നവരോട് സാരമില്ല എന്ന് പറഞ്ഞ് അവരെ ആശ്വസിപ്പിക്കുന്നു. യഹോവയുടെ വായിൽ നിന്നുള്ളതല്ല, സ്വന്തം തോന്നലുകളും സ്വന്തം ഇഷ്ടങ്ങളും സ്വന്തം ഹൃദയത്തിലെ ദർശനങ്ങളുമാണ് അവര് പ്രവചിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. ഇപ്രകാരം നടക്കുന്ന ജനത്തെ ശാസിക്കാതെ, ജനത്തോട് കർശനമായി ഇടപെടാതെ മുന്നോട്ട് പോകുന്ന, ജനത്തെ ആശ്വസിപ്പിക്കുന്ന ആ ഇടയന്മാര്, അവർക്ക് നേരെ യഹോവയുടെ ക്രോധമെന്ന ചുഴലിക്കാറ്റ് അടിക്കുമെന്ന തിരുവചനം പറയുന്നു. യഹോവയുടെ ക്രോധമെന്ന ചുഴലിക്കാറ്റ്, യഹോവയുടെ ക്രോധമെന്ന ചുഴലിക്കാറ്റ്, വലിയ ചുഴലിക്കാറ്റ് തന്നെ പുറപ്പെട്ടിരിക്കുന്നു. അത് ദുഷ്ടന്മാരുടെ തലമേൽ ചുറ്റിയടിക്കും. ദൈവത്തിന്റെ വേലക്കാർ ദൈവം പറയാത്തത് പറയുന്നു. ദൈവോധനത്തിന് അനുകൂലമായിട്ടല്ല. ദുഷ്ടന്മാർ ദൈവത്തെ നിരസിക്കുന്നവരോട് സാരമില്ല, കുഴപ്പമില്ല എന്ന് പറഞ്ഞ് അവർ ആശ്വസിപ്പിക്കുന്നു. ജനത്തെ കൂട്ടിച്ചേർക്കേണ്ടവര്, ജനത്തെ രക്ഷിക്കേണ്ടവർ, ആടുകളെ രക്ഷിക്കേണ്ടവർ, രക്ഷ ചെയ്യേണ്ടവര്, ആടുകൾ ചെതറി നശിച്ചു പോകുവാൻ തക്കവണ്ണം പ്രവർത്തിക്കുന്നു.
യഹോവയുടെ ക്രോധമെന്ന ചുഴലിക്കാറ്റ്, കൊടുങ്കാറ്റ്. യെരമ്യാ പ്രവാചകന്റെ പുസ്തകം 30-ാം അധ്യായം അതിൻ്റെ 23-ഉം 24-ഉം വാക്യങ്ങൾ. യെരമ്യാവ് 30-23-24 വാക്യങ്ങൾ. യഹോവയുടെ ക്രോധമെന്ന ചുഴലിക്കാറ്റ് കടുപ്പമായി അടിക്കുന്ന ചുഴലിക്കാറ്റ് തന്നെ പുറപ്പെടുന്നു. അത് ദുഷ്ടന്മാരുടെ തലമേൽ ചുഴന്നടിക്കും. യഹോവയുടെ ഉഗ്രകോപം അവന്റെ മനസ്സിലെ നിർണയങ്ങളെ നടത്തി നിവർത്തിക്കുവോളം മടങ്ങുകയില്ല. ഭാവി കാലത്ത് നിങ്ങളത് ഗ്രഹിക്കും. യഹോവയുടെ ക്രോധം എന്ന ചുഴലിക്കാറ്റ്, കടുപ്പമായി അടിക്കുന്ന ചുഴലിക്കാറ്റ് തന്നെ പുറപ്പെടുന്നു. അത് ദുഷ്ടന്മാരുടെ മേൽ ചുഴന്നടിക്കും. എവിടെയെല്ലാമാണ് യഹോവയുടെ ക്രോധം എന്ന ചുഴലിക്കാറ്റടിക്കുന്നത്? ദുഷ്ടന്മാരുടെ മേൽ അത് വീശിയടിക്കുമെന്ന്. ആരാണ് ദുഷ്ടന്മാരാരാണ്? 1 കൊരിന്ത്യർ ലേഖനം 5-ാം അധ്യായം 13-ാം വാക്യം നമുക്കൊന്ന് വായിക്കാം. 1 കൊരിന്ത്യർ ലേഖനം 5-ാം അധ്യായം 13-ാമത്തെ വാക്യം. കൂട്ടായ്മയിൽ വരികയും പാപം ചെയ്യുകയും ചെയ്യുന്നവനാണ് ദുഷ്ടൻ. 1 കൊരിന്ത്യർ 5:13. ആ ദുഷ്ടനെ നിങ്ങളുടെ ഇടയിൽ നിന്ന് നീക്കിക്കളവിൻ. അപ്പോസ്തലൻ പറയുകയാണ്, ആ ദുഷ്ടനെ നിങ്ങളുടെ ഇടയിൽ നിന്ന് നീക്കിക്കളയുവിൻ. കൂട്ടായ്മയിൽ വരുന്നു, ദൈവമക്കളോടുകൂടി ആരാധിക്കുന്നു, ദൈവമക്കളോട് ചേർന്ന് നിൽക്കുന്നു, എന്നാൽ പാപം ചെയ്യുന്നു. ദൈവത്തിനെ കേൾക്കുന്നുണ്ട്, കൂട്ടായ്മയിൽ വരികയും പാപം ചെയ്യുകയും ചെയ്യുന്നവനാണ് ദുഷ്ടൻ. അതിൻ്റെ 11 മുതലായ വാക്യങ്ങൾ വായിക്കുമ്പോൾ ഒരു പട്ടിക തന്നെ അവിടെ കാണുന്നുണ്ട്. 5:11 മുതലായ വാക്യങ്ങൾ. എന്നാൽ സഹോദരൻ എന്ന് പേർപ്പെട്ട ഒരുവൻ ദുർനടപ്പുകാരനോ അത്യാഗ്രഹിയോ വിഗ്രഹാരാധിയോ വാവിഷ്ഠാണക്കാരനോ മദ്യപനോ പിടിച്ചുപറിക്കാരനോ ആകുന്നു എങ്കിൽ അവനോട് സംസർഗമരുത്. സഹോദരൻ എന്ന് പേർപ്പെട്ട ഒരുവൻ, കൂട്ടായ്മക്കാരൻ, ദുർനടപ്പ്, അത്യാഗ്രഹം, വിഗ്രഹ ആരാധന, വാവിഷ്ഠാണം, പരദൂഷണം പറയുക, മദ്യപാനം, പിടിച്ചുപറി, ഇങ്ങനെ ഒരു ലിസ്റ്റ് പറയുകയാണ്. കൂട്ടായ്മയിൽ വരികയും പാപം ചെയ്ത പാപത്തിന്റെ വഴിയിൽ നടക്കുകയും ചെയ്യുന്നവനാണ് ദുഷ്ടൻ. ദുഷ്ടന്മാരുടെ നേരെ യഹോവയുടെ ക്രോധമെന്ന കൊടുങ്കാറ്റാഞ്ഞടിക്കുമെന്ന്. എഫേസ്യ ലേഖനത്തിലേക്ക് വരാം. എഫേസ്യ ലേഖനം 5-ാം അധ്യായം 6-ാമത്തെ വാക്യം. എഫേസ്യ ലേഖനം 5-ാം അധ്യായം 6-ാമത്തെ വാക്യം. ദൈവകോപം എന്ന കൊടുങ്കാറ്റ്. വ്യർത്ഥവാക്കുകളാൽ ആരും നിങ്ങളെ ചതിക്കരുത്. ഈ വക നിമിത്തമല്ലോ ദൈവകോപം അനുസരണം കെട്ടവരുടെ മേൽ വരുന്നു. ഈ വക നിമിത്തമല്ലോ ദൈവകോപം, യഹോവയുടെ ക്രോധം എന്ന ചുഴലിക്കാറ്റ് അനുസരണം കെട്ടവരുടെ മേൽ വരുന്നത്. ഈ വക നിമിത്തം. അതിന് 3 മുതലായ വാക്യങ്ങൾ. ദുർനടപ്പ്, അശുദ്ധി, അത്യാഗ്രഹം, ചീത്തത്തരം, പൊട്ടച്ചൊല്ല, കളിവാക്ക്, ഇങ്ങനെ ചേർച്ചയല്ലാത്തവ, ഒരു ദൈവവിധന് ചേരാത്തവ ജീവിതത്തിലുണ്ടെങ്കിൽ ഞാൻ ഭയത്തോടെയാണ് നിങ്ങളുടെ മുമ്പാകെ നിൽക്കുന്നത്. ഒരു ദൈവവേലക്കാരനായിട്ട് ഞാൻ ഇവിടെ ജീവിക്കുമ്പോൾ, ഞാൻ ഇവിടെ ഈ രംഗത്ത് ഒരു ദൈവവേലക്കാരനായി നിൽക്കുമ്പോൾ, ഒരു കൂട്ടായ്മക്കാരനായിട്ട് നിൽക്കുമ്പോൾ, ആത്മീയ രംഗത്ത് നിൽക്കുമ്പോൾ ചേരാത്തത് വല്ല എൻ്റെ ജീവിതത്തിൽ ഉണ്ടായെങ്കിൽ, ചേർച്ചയല്ലാത്തത് എന്തെങ്കിലും എൻ്റെ ജീവിതത്തിൽ ഉണ്ടായെങ്കിൽ ഞാനാണ് ആ ദുഷ്ടൻ. ദൈവത്തിന് സ്തോത്രം. ചേർച്ചയല്ലാത്തതൊന്നും വരുത്. പലരും ചോദിക്കുന്നുണ്ട്, ഇന്ന് പലരും ചോദിക്കുന്നു, ഈ ദൈവവചനത്തിൽ ഇങ്ങനെയൊക്കെ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടോ? ചീട്ട് കളിക്കരുത് എന്ന് ബൈബിൾ പറഞ്ഞിട്ടുണ്ടോ? ബീഡി വലിക്കരുത് എന്ന് ബൈബിൾ പറഞ്ഞിട്ടുണ്ടോ? മുറുക്കരുത് എന്ന് ബൈബിൾ പറഞ്ഞിട്ടുണ്ടോ? സിനിമ കാണരുത് എന്ന് ബൈബിളിൽ പറഞ്ഞിട്ടുണ്ടോ? ഇങ്ങനെ പ്രേമിച്ച് നടക്കരുത് എന്ന് ബൈബിളിൽ പറഞ്ഞിട്ടുണ്ടോ? ഇങ്ങനെ പലരും ചോദിക്കുന്നുണ്ട്. ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം പറയുന്നു,
ചേർച്ചയല്ലാത്തതൊന്നും അരുത്. ദൈവത്തിന് സ്തോത്രം. ഞാനിവിടെ അമേരിക്കയിൽ ജീവിക്കുന്നു, ജോലി ചെയ്യുന്നുണ്ട്. ആ ജോലി ചെയ്യുന്ന അനേകം ആളുകളോടുകൂടെ എനിക്ക് നടക്കുന്നുണ്ട്. ഒരു ദൈവോചിതന് ചേരാത്തതായി എന്തെങ്കിലും എൻ്റെ ജീവിതത്തിൽ ഉണ്ടായെങ്കിൽ ഞാനാണ് ആ ദുഷ്ടൻ. ദൈവക്രോധം എന്ന ചുഴലിക്കാറ്റ് ദുഷ്ടന്മാരുടെ നേരെ ആഞ്ഞടിക്കും. മൂന്നാമത്തെ ഒരു കാര്യം കൂടി പറയട്ടെ. 2 രാജാക്കന്മാരുടെ പുസ്തകം 22-ാം അധ്യായം 13-ാമത്തെ വാക്യം. 2 രാജാക്കന്മാരുടെ പുസ്തകം 22-ാം അധ്യായം അതിൻ്റെ 13-ാമത്തെ വാക്യം. 13-ാമത്തെ വാക്യത്തിൻ്റെ അവസാന ഭാഗം, നമ്മുടെ പിതാക്കന്മാർ ഈ പുസ്തകത്തിലെ വാക്യങ്ങളെ കേൾക്കായ കൊണ്ട്. 13-ാം വാക്യത്തിന്റെ അവസാന ഭാഗം, നമ്മുടെ പിതാക്കന്മാർ ഈ പുസ്തകത്തിലെ വാക്യങ്ങളെ കേൾക്കായ കൊണ്ട് നമ്മുടെ നേരെ ജ്വലിച്ചിരിക്കുന്ന യഹോവയുടെ കോപം വലിയതല്ലോ എന്ന് കൽപ്പിച്ചു. നമ്മുടെ പിതാക്കന്മാർ ഈ പുസ്തകത്തിലെ വാക്യങ്ങളെ കേൾക്കായ കൊണ്ട് നമ്മുടെ നേരെ ജ്വലിച്ചിരിക്കുന്ന യഹോവയുടെ കോപം വലിയതല്ലോ എന്ന് കൽപ്പിച്ചു. നേറെ കാലങ്ങളായി, വളരെ ദീർഘകാലങ്ങളായി ദൈവവചനം കേൾക്കാത്തതായ ജനം യോശിയ രാജാവിൻ്റെ കാലത്ത് 22-ാം അധ്യായം ആദ്യം മുതൽ വായിക്കുമ്പോൾ കാണാൻ സാധിക്കും. യോശിയ രാജാവിൻ്റെ കാലത്ത് ദൈവവചനം കണ്ടുകിട്ടുകയാണ്. ഹിൽക്കിയ പുരോഹിതൻ വചനം കണ്ടെത്തുന്നു. ഹിൽക്കിയാവ്, മഹാപുരോഹിതനായ ഹിൽക്കിയാവ് ദൈവവചനം കണ്ടെത്തി രാജാവിൻ്റെ രായസക്കാരനായ ശാഫാന്റെ കയ്യിൽ കൊടുക്കുന്നു. ഞാൻ ന്യായപ്രമാണ പുസ്തകം യഹോവയുടെ ആലയത്തിൽ കണ്ടെത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞ് മഹാപുരോഹിതനായ ഹിൽക്കിയാവ് രായസക്കാരനായ ശാഫാന്റെ കയ്യിൽ വചനം കൊടുക്കുന്നു. രാജാവ് ആ ന്യായപ്രമാണ പുസ്തകത്തിലെ വാക്യങ്ങളെ വായിച്ച് കേട്ടിട്ട് വസ്ത്രം കീറിക്കൊണ്ട് പറയുന്നതായ വാക്കുകളാണ് നാം ഈ വായിച്ച് കേട്ടത്. യോശിയ രാജാവ് വസ്ത്രം കീറി ദൈവവചനം കേട്ടപ്പോൾ രാജാവ് പറയുന്ന വാക്കുകളാണ്, നമ്മുടെ പിതാക്കന്മാർ ഈ പുസ്തകത്തിലെ വാക്യങ്ങളെ കേൾക്കാതെ കൊണ്ട് നമ്മുടെ നേരെ ജ്വലിച്ചിരിക്കുന്ന യഹോവയുടെ കോപം വലിയതല്ലോ. ദൈവത്തിൻ്റെ വചനം കേൾക്കാതെ മുന്നോട്ട് പോയാൽ, ദൈവത്തിൻ്റെ വചനം കേൾപ്പിക്കാതെ മുന്നോട്ട് പോയാൽ അന്ന് ന്യായപ്രമാണ പുസ്തകം എവിടെയോ കിടക്കുന്നു. ആർക്കും ഒന്നൊരു വിഷയമല്ല. വായിച്ച് കേൾപ്പിക്കേണ്ടതായ രംഗത്ത് അത് കേൾപ്പിക്കുന്നില്ല. അതിൻ്റെ എല്ലാം പരമായി യഹോവയുടെ ക്രോധം ജനത്തിന് മേൽ വരുന്നു എന്ന്. ദൈവത്തിന് സ്തോത്രം. വചനം കേൾക്കാത്തവർക്ക് നേരെ, ദൈവത്തിൻ്റെ വചനം കേൾപ്പിക്കാത്തവർക്ക് നേരെ ഞാനും നിങ്ങളും നമ്മുടെ തലമുറയിൽ നമായിരിക്കുന്ന രംഗത്ത് ദൈവത്തിൻ്റെ വചനം മുഴങ്ങാനുള്ള അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കണം. നമ്മുടെ ഭവനത്ത്, നമ്മുടെ ദേശത്ത് ദൈവത്തിൻ്റെ വചനം കേൾക്കാൻ നാം കേൾക്കണം, മറ്റുള്ളവരെ കേൾപ്പിക്കണം. നമ്മുടെ പിതാക്കന്മാർ ഇത് കേട്ടില്ല. നമ്മുടെ പിതാക്കന്മാർ ഈ പുസ്തകത്തിലെ വാക്യങ്ങളെ കേൾക്കാതെ കൊണ്ട് നമ്മുടെ നേരെ കോപം ജ്വലിച്ചിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. നാം ദൈവത്തിൻ്റെ വചനം കേൾക്കണം, ദൈവത്തിൻ്റെ വചന പ്രകാരം ജീവിക്കണം. യോന എന്നൊരു പ്രവാചകൻ നമുക്കറിയാം. യോന പ്രവാചകൻ വചനം കിട്ടിയവനാണ്, വചനം കേട്ടവനാണ്. എന്നാൽ അവൻ ആ വചനപ്രകാരമല്ലാതെ അവൻ്റെ വഴിക്ക് പോയി. ദൈവം പറഞ്ഞ വഴിക്കല്ലാതെ സ്വന്തം വഴിക്ക് പോയി. നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്. വലിയൊരു കൊടുങ്കാറ്റടിച്ചു. യോന യാത്ര ചെയ്ത ആ കപ്പൽ തകരുവാൻ തക്കവണ്ണം വലിയൊരു കൊടുങ്കാറ്റടിച്ചു. ദൈവത്തിന് സ്തോത്രം. വചനം കേൾക്കാതെ പോയ, വചനം മത്സരിച്ചു പോയ, വചനത്തെ ധിക്കരിച്ചു പോയ യോനയുടെ നേരെ അടിച്ചതായ ഒരു കൊടുങ്കാറ്റുണ്ട്. യോനയുടെ പുസ്തകം 4-ാം വാക്യം കാണുന്നുണ്ട്. ആ പ്രതികൂലത്തിന്റെ കൊടുങ്കാറ്റ് യോനയെ ദൈവോഴിയാക്കി എന്നാണ് നാം കാണുന്നത്. ഒരുപക്ഷെ ആ കൊടുങ്കാറ്റ് അടിച്ചിരുന്നില്ലായിരുന്നുവെങ്കിൽ, യോന തിങ്കലത്തിന് വയറ്റിലായിരുന്നില്ല എങ്കിൽ അവൻ അയ്യം വിളിച്ച് കരയുമായിരുന്നില്ല. ആ കൊടുങ്കാറ്റ് അവനെ ദൈവ വഴിയിലാക്കി. ഇന്ന് ഞാൻ ഈ വാക്കുകൾ നിർത്തുകയാണ്.
നമ്മെ നമ്മുടെ നേരെ അടിക്കുന്നതായി കൊടുങ്കാറ്റ്. അന്ന് ശിഷ്യന്മാർ അവര് പടക് കയറി പോയി. ആ പടകിൽ അവർ മുന്നോട്ട് പോകുമ്പോൾ കാറ്റ് പ്രതികൂലമാകൊണ്ട് അവർ തണ്ട് വലിച്ച് വലയുന്നത് അവൻ കണ്ടു. അവർ വലയുന്നത് യേശു കണ്ടു. ഇന്ന് ഞാനും നിങ്ങളുമായിരിക്കുന്ന ഈ രംഗത്ത് ഞാനും നിങ്ങളും വലയുന്നത് യേശു കാണുന്നുണ്ട്. തണ്ട് വലിച്ച് വലയുന്നത് യേശു കാണുന്നുണ്ട്. പ്രതികൂലത്തിൻ്റെ കാറ്റുകൾ അടിച്ച് ജീവിതത്തിന് നേരെ പ്രതികൂലത്തിൻ്റെ കാറ്റുകൾ അടിച്ച് കുടുംബത്തിന് നേരെ, ബിസിനസ്സിന് നേരെ, ആരോഗ്യത്തിന് നേരെ എല്ലാം പ്രതികൂലത്തിൻ്റെ കൊടുങ്കാറ്റുകൾ അടിച്ച് വലയുന്നത് യേശു കാണുന്നുണ്ട്. അവന് കരയിൽ നിൽക്കാൻ കഴിഞ്ഞില്ല, അവൻ ആ മലയിലിരിക്കാൻ കഴിഞ്ഞില്ല. രാത്രിയുടെ 4-ാം യാമത്തിൽ അവൻ കടലിന്റെ മേൽ നടന്ന് അവരിലേക്ക് വരികയാണ്. ഇന്ന് ഞാനും നിങ്ങളും നമ്മുടെ നേരെ കൊടുങ്കാറ്റടിക്കുന്നത് യേശു കാണുന്നുണ്ട്. ഇന്ന് നാം നോക്കുമോ? ഇന്ന് പ്രതികൂലത്തിന്റെ കൊടുങ്കാറ്റടിച്ച് കിടക്കുന്നവരാണോ? നാം നോക്കുമോ? എന്താണ് കാണുന്നത്? ദൈവകോപത്തിന്റെ കൊടുങ്കാറ്റടിച്ച് ചിന്നിക്കീറിയവനായിട്ട് ഒരു കിടക്കുന്നതായി നാം കാണുന്നുണ്ട്. പിച്ച് ചീന്തപ്പെട്ടവനായി, ആ കൊടുങ്കാറ്റിനാൽ ചിന്തപ്പെട്ടവനായി യേശു കിടക്കുന്നതാരെല്ലാം കാണുന്നുണ്ട്. അന്ന് ആ കാൽവരി മരക്കുരിശിന്മേൽ ദൈവകോപത്തിന്റെ കൊടുങ്കാറ്റാഞ്ഞടിച്ച്, ചുഴലിക്കാറ്റാഞ്ഞടിച്ച് പിച്ച് കീറപ്പെട്ടവനായി യേശു ഇതാ തൂക്കപ്പെട്ട് കിടക്കുകയാണ്. പിതാക്കന്മാർ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചു പാടും, അലിവോട് കൃപ ചെയ്യുക നാഥ. നമ്മാരെല്ലാം ഇന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്, അലിവോട് കൃപ ചെയ്യുക നാഥ. ഇന്ന് തണ്ട് വലിച്ച് വലയുന്നവരുണ്ടോ? ജീവിതപ്പടക് മുന്നോട്ട് കൊണ്ടുപോകുവാൻ തണ്ട് വലിച്ച് വലയുന്നവരാരെങ്കിലും വാക്കുകൾ കേൾക്കുന്നുണ്ടോ? ദൈവത്തോട് പ്രാർത്ഥിക്കുമോ? അലിയോട് കൃപ ചെയ്യുക നാഥ. ആഹ്വാനം ചെയ്യും പാപികളിൽ കൃപയെ വിലക്കാത്തോൻ ദൈവം. ആർദ്രതയാൽ കോപത്തിൻ വടിയും താടനവും നീക്കണമേ. നമുക്ക് ചേർത്ത് പാടാം. അലിവോട് കൃപ ചെയ്യുക നാഥ, ആഹ്വാനം ചെയ്യും പാപികളിൽ കൃപയെ വിലക്കാത്തോൻ ദേവാ. ആർദ്രതയാൽ കോപത്തിൻ വടിയും താടനവും നീക്കിടണമേ. ആനന്ദൈശ്വര്യങ്ങളെഴും മാസാബ്ദങ്ങളെ നൽകണമേ. ശ്ലീബായുടെ വൻ റൂഷ്മായാൽ വിധ്വംസിക്കുക ദുഷ്ടനെ നീ. ആർദ്രതയെ വാഴ്ത്തും ഞങ്ങൾ. നമ്മോട് കരുണ കാണിക്കുന്ന ഒരു ദൈവമുണ്ട്. കാറ്റ് പ്രതികൂലമാകൊണ്ട് അവർ തണ്ട് വലിച്ച് വലയുന്നത് അവൻ കണ്ടു. അവൻ അടങ്ങിയിരിക്കാൻ കഴിഞ്ഞില്ല. അവൻ ആ വെള്ളത്തിൻ്റെ മേൽ ചുവടുകൾ വെച്ച്, അവൻ്റെ അരികിൽ പടകില്ല, പടകൊണ്ട് ശിഷ്യന്മാർ പോയി. ആ മലയിൽ അവൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. തൻ്റെ മക്കൾ വലയുന്നത് കണ്ട്, തണ്ട് വലിച്ച് വലയുന്നത് കണ്ട് അവിടുന്ന് അലിവുള്ളവനായി അലിവോട് കൃപ ചെയ്യുക നാഥ. അവൻ ആ വെള്ളത്തിലൂടെ നടന്നവരിലേക്ക് ചെന്നു. നമുക്ക് അവൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കും. കർത്താവേ, ഞാൻ തണ്ട് വലിച്ച് വലയാൻ കൈവിടല്ലേ. അലിവോട് കൃപ ചെയ്യുക നാഥ. ദൈവനാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ. ദൈവത്തിന് സ്തോത്രം.